കുറേ മാസങ്ങളായി ഞങ്ങളിവിടെ പൂരി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈദപ്പൊടി കൊണ്ടല്ല കേട്ടോ, പകരം ആട്ടപ്പൊടി കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. മാവ് കുഴച്ചെടുത്ത് അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കി വെക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മോള് വന്നപ്പോൾ അവൾക്ക് വെജിറ്റബിൾ കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം സവോള ചേർത്ത് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് വഴറ്റിയതിന് ശേഷം തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി പച്ചക്കറി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കാം. പച്ചക്കറി കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. തേങ്ങയും കസകസയും പൊരികടലയും കശുവണ്ടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പ്രഷർ ഒന്ന് കളഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറി കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്ത് കറിയുടെ കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളയ്ക്കാനെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മസാലപ്പൊടി ഒരു സ്പെഷ്യൽ ചിക്കൻ മസാലപ്പൊടിയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെജിറ്റബിൾ കുറുമ വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും പച്ചക്കറി ഉണ്ടാവില്ല. മോള് വന്നതായിരുന്നു കേട്ടോ. മണം സഹിക്കാതെ പച്ചക്കറി വെറുതെ കഴിക്കാൻ വാങ്ങിക്കാനായിട്ട് 2 പ്ലേറ്റ് അവള് കഴിച്ചു കഴിഞ്ഞു. സാധാരണ ഞാൻ ഇതിൽ പട്ടാണിയും ചേർക്കുമായിരുന്നു. ഇന്ന് നമുക്ക് നേരത്തെ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പട്ടാണിയൊന്നും കുതിരാനിട്ടിട്ടില്ല. കുറച്ച് വെജിറ്റബിൾസ് മാത്രം ഇട്ടത് കൊണ്ട് അവർക്ക് വെറുതെ കഴിക്കാൻ ഒരുപാട് പച്ചക്കറിയും കറിയിൽ ഇല്ലായിരുന്നു. അങ്ങനെ പൂരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മോൾക്ക് വേണം ആദ്യം കൊടുക്കാനായിട്ട്. സാധാരണ കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് മെഷർമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ചൂടുള്ള പൂരിയും വെജിറ്റബിൾ കറിയും വിളമ്പിയെടുത്തിട്ടുണ്ട്. ഇവിടെ പൂരിയേക്കാൾ ചെലവ് കറിക്കാണ് കേട്ടോ. കറി കഴിക്കുകയല്ല, പകരം കുടിക്കാറാണ് ചെയ്യാറുള്ളത്. അത്രയ്ക്കും ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.